ഇത് കേൾക്കുമ്പം കടക്കാരന് മനസ്സിലാകും അവൻ ചോദിക്കുന്നത് ഉപ്പാണ്. ഉപ്പിനെയാണ് അവൻ പുളിച്ചാടൻ എന്ന് പറയുന്നത്. അപ്പോ വെറും 70ഓ 80ഓ 100ഓ കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ കേരളത്തിൽ ഉള്ളതായ ആളുകൾക്ക് ഉപ്പിനെ ഉപ്പെന്ന് വിളിക്കാനുള്ള അവകാശവും അധികാരവും ഇല്ലാതിരിക്കുമ്പോൾ ഇന്ന് എന്നെ ഈ മാധ്യമത്തിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ 70ഓ 80ഓ 100ഓ കൊല്ലങ്ങൾക്ക് മുമ്പോ അല്ല, ഏതാണ്ട് 2025 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ഊഴിയമുഖത്തേക്ക് ജന്മമെടുത്ത നമ്മുടെ കർത്താവായ ലോകത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തു തന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന ആളുകളോടും ഇന്ന് രാത്രികാലം ഇത് കേൾക്കുന്ന നിങ്ങളോടും ഇപ്രകാരം വിളിച്ചു പറയുകയാണ്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നമ്മെ ഓരോരുത്തരെയും യേശുക്രിസ്തു ലോകത്തെ രുചിപ്പിക്കുന്ന, സമൂഹത്തെ രുചിപ്പിക്കുന്ന, ഭവനത്തെ രുചിപ്പിക്കുന്ന, ഈ ഭൂമിയെ രുചിപ്പിക്കുന്ന ഉപ്പായി കണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത അനുഭവങ്ങളാണോ? സമാധാനമില്ലാത്ത അനുഭവങ്ങളാണോ? രുചികരമായ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളാണോ? നിങ്ങളുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ദുഷിക്കുകയും പഴിക്കുകയും മാറ്റി നിർത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിന്റെ മധ്യത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? എന്നാൽ നിങ്ങളുടെ ഭവനത്തെ രുചിപ്പിക്കുവാനുള്ള ഒരു കാരമുള്ള ഉപ്പാക്കി യേശുക്രിസ്തു എന്നെയും നിങ്ങളെയും കണ്ടിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും കൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളെ രുചിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ അറിയുന്ന, കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു അവരെയൊക്കെയും ഒരു കാരമുള്ള ഉപ്പായി കണ്ടിരിക്കുന്നു.